നമ്മുടെ ചരിത്ര കാലഘട്ടത്തിലെ ഈ കൊറോലങ്ങാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പറമ്പിൽ ചാണ്ടി മെത്രാൻ. ഇവര് രണ്ടുപേരും, തോമസ് പറമ്പിൽ ചാണ്ടി, രണ്ടുപേരും ബന്ധത്തിൽ ഉള്ളവരായിരുന്നു, ബന്ധുക്കാരാണ്. ഇവർ രണ്ടുപേരും തൊമ്മൻ അയ്യുമ്പോൾ ചാണ്ടി ബുറുകു, ചാണ്ടി അയ്യുമ്പോൾ തുമ്മൻ ബുറുകു എന്നുള്ള ആ പ്രയോഗം തന്നെ നസ്രാണികളുടെ ഇടയിൽ അതുവഴി നമ്മുടെ ഈ നാട്ടില് പ്രചരിച്ചത് ഇപ്രകാരമാണ്. ഇന്നും നമ്മുടെ സഭകൾ തമ്മിൽ ഈ ഒരു രീതിയിലുള്ള സമീപനമാണ് ഓരോരോ പ്രത്യേക നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പിതാക്കന്മാര് രണ്ട് ശാഖകളിൽ ആയിപ്പോയ പരസ്പരം വേർതിരിഞ്ഞു എന്നുള്ള ആ തരത്തിലാണ് നമ്മൾ എല്ലാവരെയും അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമീപനം. അത് രണ്ടാം വത്തിക്കാൻ സുനഹദോസിലെ ഒരു സമീപനമാണ്, മ്യൂച്വൽ സെപ്പറേഷൻ. നമ്മള് അങ്ങനെ ഒരു സമീപനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ പിതാക്കന്മാരെ എല്ലാം നമ്മൾ സ്നേഹിക്കുകയാണ്. പക്ഷേ ഇവരിങ്ങനെ വേർതിരിയുമ്പോഴും ഇവർക്കൊക്കെ ഐക്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശത്രുക്കളാണ് ഇവർ എന്നുള്ള അർത്ഥത്തിലല്ല, സഹോദരങ്ങളാണ് എന്നുള്ള അർത്ഥത്തില് ഒരു കുടുംബത്തില് നമ്മുടെ ആദ്യത്തെ രണ്ട് തിരിയലുകൾ പുത്തൻകൂറെന്നും പഴയകൂറെന്നും പഴയ കാലത്ത് വിളിക്കപ്പെട്ടു. ഇപ്പോൾ ആ പേരുകൾ അധികം പേർക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രയോഗമാണ് ഈ പുത്തൻകൂറ് പഴയകൂറ്. അങ്ങനെ വിളിക്കപ്പെടാൻ വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് പിതാക്കന്മാരിലൂടെ നമ്മുടെ ഇവിടെ വ്യത്യസ്തമായ രീതികൾ തുടങ്ങി. രണ്ടും സുറിയാനിക്ക് വേണ്ടി തന്നെയുള്ള പരിശ്രമങ്ങൾ തന്നെയായിരുന്നു. ഈ പ്രദേശം ഈ രണ്ട് പിതാക്കന്മാരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം.